തിമോഥെയോസ് 11:18. ഹല്ലേലൂയ, സ്തോത്രം. മകനേ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ ആചരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. 1 തിമോഥെയോസ് 11:18 വായിച്ചത്. ഒന്നുകൂടി ഞാനത് ഇംഗ്ലീഷ് വായിക്കാം. ഇങ്ങനെ പറയുന്നു: This charge I commit unto you, son Timothy, according to the prophecies which went before on you, that you by them mightest war a good warfare. ഇവിടെ തിമോഥെയോസിനെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു കാര്യമാണ് നിന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം എല്ലാവരും പ്രവചനങ്ങൾ കേൾക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തെക്കാൾ കൂടുതൽ പ്രവചനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം പ്രവചനം എന്ന് പറയുന്നത് നമുക്കറിയാം, കർത്താവ് നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വെളിപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളെ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ദൈവം തന്നെ സംസാരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവചനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രോമിസുകളെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ അല്ലെങ്കിൽ ദൈവം വിടുവിച്ച വിധങ്ങളെ കുറിച്ചൊക്കെ ദൈവിക ശബ്ദമാണ് ശരിക്കും പ്രവചനം എന്ന് പറയുന്നത്, ഒരു തരത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പ്രവചനം എന്ന് പറയുന്നത് അതൊരു ഡിവൈൻ വെപ്പണാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്ക്രിപ്ചറിനെ അടിസ്ഥാനമാക്കി നാം ചിന്തിക്കുമ്പോൾ ദൈവിക പ്രവചനങ്ങൾ നമ്മളോടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ ഫ്യൂച്ചറിനെയൊക്കെ നോക്കി ദൈവം പലപ്പോഴും സംസാരിച്ചിട്ടുള്ള പ്രവചനങ്ങൾ അതൊരു ആഴമേറിയ ശക്തിയേറിയ ആത്മീക ആയുധമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്, മറ്റെന്തിലുപരിയായിട്ട്. കാരണം ശത്രുവിന്റെ പല തന്ത്രങ്ങളെയും ഇല്ലാതാക്കുവാനും അവനെ മിണ്ടാതാക്കുവാനും നമുക്ക് സാധിക്കുന്നത് ഈ പ്രവചനങ്ങളെ നമ്മൾ ഓർക്കുമ്പോഴാണ്. ഈ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നമ്മൾ ഓർക്കുമ്പോഴാണ്. ദൈവവചനം മുഴുവൻ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ശത്രു മിണ്ടാതാകണമെങ്കിൽ ഇതിനെ നമ്മൾ ഓർക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം. തിമോഥെയോസിനോടും ഇത് തന്നെയാണ് പൗലോസ് പറയുന്നത്. നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങളെ ഓർത്ത്, ഹല്ലേലൂയ, ഞാൻ നിന്നെ ശക്തീകരിക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുക. നീ എന്താ ചെയ്യണ്ടേ? വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി നിന്നെക്കുറിച്ച് മുമ്പ് കേട്ട പ്രവചനങ്ങളെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. പലപ്പോഴും ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ, ഭയങ്കര മെസ്സിയായ സിറ്റുവേഷൻസ്, കൺഫ്യൂഷൻസ് ഒക്കെ ലൈഫിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മളെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കി കർത്താവ് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ. ഒരുപക്ഷെ ഒരു പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ദൈവവചന പുസ്തകത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ നമ്മെ നോക്കി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് അത് നമ്മൾ ഓർമ്മിക്കുമ്പോൾ അതിനനുസരിച്ച് യുദ്ധസേവ ചെയ്യാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നല്ല മനസ്സാക്ഷിയോടെ നിൽക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് വിശ്വാസമുള്ളവരായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് ബാറ്റിൽ ഫീൽഡ് ആണെന്ന് മനസ്സിലാക്കി അവിടെ നിൽക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഒരു പ്രവചനം പോലും കർത്താവ് നമ്മളെ നോക്കി പ്രവചനാത്മാവില് ഒരു പ്രൊഫറ്റിക്കൽ വോയിസിൽ കർത്താവ് നമ്മോട് സംസാരിച്ചിട്ടില്ലെന്നിരിക്കാം. പക്ഷേ ഈ ദൈവവചനം മുഴുവൻ നമ്മളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, പ്രത്യേകിച്ച് പ്രവചന പുസ്തകങ്ങളൊക്കെ എടുത്ത് നമ്മൾ പലപ്പോഴും വായിക്കുന്നത് ഒത്തിരി നമുക്ക് അനുഗ്രഹമായിരിക്കും. കാരണം നമ്മളോടുള്ള പ്രവചനങ്ങൾ അത് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് എഴുതപ്പെട്ട ദൈവിക ലിഖിതങ്ങളായിട്ടുള്ള പ്രവചനങ്ങൾ. അപ്പോൾ തന്നെ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുന്ന പ്രവചനങ്ങളുമുണ്ട്. ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നത് നൽകാം. പറ്റുമെങ്കിൽ നമ്മളൊരു നോട്ട്ബുക്കിലൊക്കെ നമ്മളെക്കുറിച്ചുള്ള, ഫാമിലിയെക്കുറിച്ചുള്ള, പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം എഴുതി വെക്കുക മാത്രമല്ല, അത് ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല സമയങ്ങളിൽ ജീവിതത്തിലെ താഴ്ചകൾ, അല്ലെങ്കിൽ താണു പോകുന്ന, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് നമ്മൾ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, സ്തോത്രം, നമ്മൾ അറിയാതെ നമ്മൾ ബലപ്പെടുന്ന കാണാൻ സാധിക്കും.
ഇത് നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഇത് നമ്മളെ ആത്മാവിൽ മുന്നോട്ട് ആയാനുള്ളൊരു ആവേഗമൊക്കെ നൽകി തരാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഇവിടെ തിമോത്തിയോസ് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ സ്പിരിച്വലി എപ്പോഴോ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോലോസ് വന്നിട്ട് ഇത് പറയുന്നത്, മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ഒരാജ്ഞ നിലവാരത്തിലാണ് പറയുന്നത്, നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷ്യമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഇവിടെ തിമോത്തിയോസ് എന്നുള്ള ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പേരിട്ടിട്ട് ഹല്ലേലൂയ, മകളെ സുമ, അല്ലെങ്കിൽ മകളെ ഐഡ, അല്ലെങ്കിൽ മകളെ ഫരിയ, അല്ലെങ്കിൽ മകളെ പൗളി, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് നമ്മൾ വിശ്വസിക്കുക. കാരണം ശത്രു പലപ്പോഴും പറ്റുന്ന എന്താണെന്നറിയാം, നമ്മളെപ്പോഴും പലപ്പോഴും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളോട് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം, പലപ്പോഴും നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ആരായിരുന്നു നോക്കും, നമ്മൾ എന്തായിരുന്നു നോക്കും. അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിൽ വെച്ചാൽ ദൈവത്തെ അറിയുന്നതിന് മുൻപ്. കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് കയറി വരുമ്പോഴത്തേ നമ്മുടെ കോൺഫിഡൻസ് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വാഗ്ദത്തങ്ങളിലോട്ട് നോക്കുവാൻ എനിക്കൊരു യോഗ്യതയില്ല, ഞാൻ എങ്ങനെ അതൊക്കെ പ്രാപിക്കും, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, പക്ഷെ എങ്ങനെ എത്തും അതിലോട്ട്, ഉള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ഈ ഞാനാണോ അങ്ങോട്ട് എത്താൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഓർമ്മിക്കുന്നേക്കാളും നമ്മൾ ഭയപ്പെടുന്നേക്കാളും എല്ലാത്തിലുപരി നമ്മുടെ ഫ്യൂച്ചറിനെ ഓർത്ത് ശത്രുവിന് ഭയമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പലരെയും ഇല്ലാതാക്കാൻ പിശാച് ശ്രമിക്കുന്നത്. പിശാച് നമ്മുടെ പാസ്റ്റ് ഓർത്തോടെ നടക്കുകയൊന്നുമല്ല, അവനും അതിൻ്റെ പണി ആവശ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിനവൻ ചുറ്റുമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ പലരെ ഏൽപ്പിച്ചിട്ടുണ്ടാകും. അവരാ പലപ്പോഴും അതൊക്കെ പറഞ്ഞ് കുത്തുകയും നമ്മളെ എന്താ പറയുക, നമ്മുടെ കോൺഫിഡൻസ് ഇടിച്ചു കളയൊക്കെ ചെയ്യുന്നത്. പിശാച് ഭയപ്പെടുന്നത് നമ്മളെ ഓരോരുത്തരെ കുറിച്ചുള്ള ഫ്യൂച്ചറിനെ ഓർത്തിട്ടാണ്. ഓരോ കുടുംബങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ, ഇന്നയാൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭീഷണി, എൻ്റെ രാജ്യത്തിന് ഭീഷണിയാണ്, അതുകൊണ്ട് ആ പിക്ചറിനെ ഇടിച്ച് കളയാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളെ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളെ തകർത്ത് ഒരു വശത്ത് മാറ്റിയിടുക. ഇവിടെയാണ് നാം ജയിച്ചു മുന്നേറേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഫ്യൂച്ചറിനെ ഓർത്തിട്ട് നമ്മൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. കാരണം അതിനെ ഓർത്ത് ഭയപ്പെടുന്ന ഒരുവനുണ്ടെന്ന് ഓർത്ത് നമ്മൾ സന്തോഷിക്കണം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അവരായിരിക്കുന്ന അവസ്ഥ എന്തും ആയിക്കോട്ടെ, പക്ഷേ അതിനെ കണ്ട് പലപ്പോഴും കർത്താവ് വെളിപ്പെടുത്തിയ വാഗ്ദത്തങ്ങളെ, പ്രോമിസുകളെ, പ്രവചന ദൂതുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോണം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് വിശ്വസ്തന. ദൈവം അത് ദൈവത്തിന്റെ സമയത്ത് കർത്താവ് ചെയ്തത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തായിരിക്കത്തില്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി തുറന്നു വരുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ നോക്കി, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് തന്നെയാണ്. അത് ആ സമയങ്ങളിൽ കർത്താവ് നിറവേറ്റി തരും. ഹല്ലേലൂയ. അത് നമുക്ക് പറ്റുന്ന കുഴപ്പം, നമ്മളിത് മറന്നുപോകും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് മറന്നുപോകും. സ്വതം അത് പിശാചിന് വലിയൊരു ആയുധമാണ്. പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്കൊക്കെ നമ്മൾ മറന്നുപോകും. ഈ മറവി എന്നുള്ളത് അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ച് ഈ വാഗ്ദത്തങ്ങളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. പറ്റുമെങ്കിൽ എപ്പോഴും ഓർക്കുക. പറ്റുമെങ്കിൽ നമ്മുടെ ഡയറിയിലൊക്കെ എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടിന്റെ വോൾസിലൊക്കെ എഴുതി വെക്കുക. ചെറിയ വാഗ്ദത്തങ്ങളെ എഴുതി വെക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അതൊരു വലിയ ശത്രുവിനെതിരെയുള്ള വലിയ ആയുധമായിട്ട് നിൽക്കാൻ തക്കണം ഇടയായിത്തീരും. അതിന്റെ ശക്തി സമയങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ ഇമോഷനായിട്ട് തകർക്കുവാൻ ഒരുപാട് കാര്യങ്ങളുള്ള സ്തോത്രം. ഹല്ലേലൂയ. അതിൽ നമ്മൾ തകർന്നു പോകാതെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ മാത്രം മുറുകെ പിടിക്കുക, അതിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അതിനോട് നല്ല മനസ്സാക്ഷി കാണിക്കുക. ഹല്ലേലൂയ. അതിനനുസരിച്ച് യുദ്ധസേവ ചെയ്യുക. ഇവിടെ പൗലോസ് പറയുന്ന കാര്യം യുദ്ധസേവ ചെയ്യുക. നമ്മൾ ഓരോരുത്തരും നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് പകൽക്കാലം പറയുന്ന കാര്യം അത് യുദ്ധസേവ ചെയ്യുക. ഫസ്റ്റ് ബിലീവ് നമ്മൾ ബാറ്റിൽ ഫീൽഡിലാണ്, നമുക്ക് യുദ്ധമുണ്ട്. ചിലപ്പോൾ അകത്ത് യുദ്ധം, പൗലോസ് പോലെ അകത്ത് യുദ്ധമുണ്ടാകാം, പുറത്ത് യുദ്ധമുണ്ടാകാം, പല രീതിയിൽ യുദ്ധങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ അതിനെല്ലാം ജയിക്കുവാൻ ഈ വാഗ്ദത്തങ്ങളെ നാം മുറുകെ പിടിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളറിയാതെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും.
ഹാലേലൂയ. അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. ഹാലേലൂയ. ചിലരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും ദൈവം പല വാഗ്ദത്തങ്ങളെ വരച്ചു വെച്ചിട്ട് അതിനെ നോക്കി പ്രാർത്ഥിക്കുന്നവർ. സ്തോത്രം. ഹാലേലൂയ. അതിനെ നോക്കി പ്രാർത്ഥിക്കുന്നവർ ക്രിയേറ്റീവായിട്ട്. അതൊക്കെ വിശ്വാസത്തിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് പരിശുദ്ധാത്മാവ് നൽകി തരുന്നത്. പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ ആത്മാവിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ മണ്ടത്തരങ്ങളൊക്കെ തോന്നിപ്പോവാം. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ദൈവം പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറും തക്കൊണ്ട് ഇടയായിത്തീരും. അതുപോലെ ദിവസങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം, ആഴമേറിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ നോക്കി ദൈവം സംസാരിച്ച വാക്കുകളെ, വാഗ്ദത്തങ്ങളെ ഞാനതെന്റെ ഭവനത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാനതിന് നന്ദിയോടെ ഓർക്കുന്ന കർത്താവെ, സ്തോത്രം. ഹാല, ഞാൻ ഇന്നു മുതൽ ഞാൻ നിൽക്കുന്നത് എൻ്റെ കുടുംബത്തെ നോക്കി ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ മീതെ മാത്രം ഞാൻ നിൽക്കും. അതിനെ ചവിട്ടിക്കാൻ നിൽക്കും കർത്താവെ, സ്തോത്രം. ഹാല, അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ ഞാൻ നീങ്ങത്തില്ല, ഞാൻ മാറത്തില്ല. എൻ്റെ വാഗ്ദത്തങ്ങളുടെ മീതെ ഞാൻ നിൽക്കും, അതിലോട്ട് ഞാൻ കയറും. സ്തോത്രം. ഹാലല. അങ്ങനെ നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ആത്മാവിനെ സ്ട്രെങ്തൻ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും പകൽക്കാലം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തരുത്. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥന